Hi all. Today we are going to discuss about inductive transducer. Okay. So അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് അറിയാം. It is a device which convert one form of energy to other, preferably electrical. Okay. ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കറസ്പോണ്ടിങ് ആൻഡ് ഇലക്ട്രിക്കലോട്ട് മാറ്റുന്നതാണ് യൂഷ്വലി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക. എങ്കിൽ എന്താണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, മേ ബി ലെവൽ, ഫ്ലോ, പ്രഷർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ. സോ നമ്മൾ മെഷർ ചെയ്യേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി കാരണം നമ്മുടെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. സോ ആ ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മളെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. സോ ഈ ട്രാൻസ്ഡ്യൂസറിനകത്ത് തന്നെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ താഴോട്ട് പറയുന്ന ഏതെങ്കിലും ഒരു ഫോളോയിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ. ഇറ്റ് ഈസ് ഗിവൺ ബൈ L is equal to n square by r ആണ് നമുക്കറിയാം. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവാം വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന്റെ ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എപ്പോഴും എം എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക. And is given by k into root of L1 into L2. Okay. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എഡി കറന്റ്, കോയിലിന്റെ അകത്തുണ്ടാകുന്ന എഡി കറന്റ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ ദ ഫോളോയിങ് ത്രീ ടൈപ്സിലായിരിക്കാം നമ്മുടെ ഇൻഡക്റ്റീവ് ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. ഓക്കെ. പിടിയിട്ടില്ല. സോ നമുക്ക് ഈ ഇൻഡക്റ്റീവ് ട്രാൻസിസ്റ്റർ ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് LVDT. That is linear variable differential transformer. Okay. So LVDT എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ വെച്ച് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് LVDT. ഓക്കെ. സോ നമുക്ക് നോക്കാം LVDT എന്താണെന്ന്. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാ പറയുന്നത്, LVDT is a variable inductance transducer. That is ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ് LVDT എന്ന് പറയുന്നത്. And the purpose is that it can be used for the measurement of displacement, force, vibration, etc. Okay. ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും വൈബ്രേഷൻ ഒക്കെ മെഷർമെന്റ് ചെയ്യാനാണ് സാധാരണ LVDT ഉപയോഗിക്കുക. ഫോഴ്സും വൈബ്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈഡ് ആയിട്ട് ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെഷർമെന്റ്. ഓക്കെ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാറിന് LVDT ഒക്കെ നമ്മൾ സാറിന് ഉപയോഗിക്കാം. ഓക്കെ. സോ നമ്മൾ ആ വാൾവിന്റെ ഒക്കെ മോഷൻ എന്തോരം പോയി, എന്തോരം ഓപ്പൺ ആയി, എന്തോരം ക്ലോസ് ആയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി വി യൂസ് LVDT. ഓക്കെ. സോ LVDT എന്താന്ന് നോക്കാം. സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LVDT is based on the variation of mutual inductance. ഓക്കെ. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് LVDT വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ്, ആൾറെഡി പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മെഷർമെന്റ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഹാസ് ആൾസോ എ ഗുഡ് ലീനിയാരിറ്റി. ഓക്കെ. സോ അങ്ങനെയുള്ള LVDT. അപ്പൊ LVDT എന്താണ് നമ്മൾ നോക്കി. ഓക്കെ. സോ LVDT എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? LVDT it is a inductive type of transducer and it is mainly used for the displacement of measurement of displacement, force, vibration, etc. Okay. So the working principle of LVDT is based on the variation of mutual inductance. Okay. And moreover, it keep a good linearity over the measurement. Okay. അടുത്ത ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് സ്ട്രക്ചർ. അപ്പൊ ഏത് ഡിവൈസ് പഠിച്ചാൽ ആദ്യം ആ ഡിവൈസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ അതിന്റെ സ്ട്രക്ചറിലോട്ട് പോകുക. ഓക്കെ. സോ സ്ട്രക്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ. ക്ലിയർ ആയല്ലോ. ദെൻ അതിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഈ ഡിവൈസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇത് രണ്ടും വരയ്ക്കണം. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലോട്ട് നോക്കാം. ഓക്കെ. സോ സ്ട്രക്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് നോക്കുക, ഈ പറയുന്ന പോലെ 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ദ സ്ട്രക്ചർ ഓഫ് LVDT കൺസിസ്റ്റ് എന്ന് പറയുന്നത് ഇനി മിഡിലായിട്ട് ഒരു അലുമിനിയം ഫോം ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ. സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ. ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ അകത്തുള്ളിൽ ഒരു അയൺ കോർ ഉണ്ടാവും. അയൺ കോർ. ഓക്കെ. സോ ഇതാണ് ഒരു സിലിണ്ടറിക്കൽ സെക്ഷൻ ആണ്. ഒരു സിലിണ്ടറിക്കൽ ഫോം, അതായത് ഒരു ഹോളോ, ഒരു പൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ. സോ ആ ഹോളോ സിലിണ്ടറിന്റെ അകത്തോടു കൂടി there is a core, ഒരു ഹൈ ക്വാളിറ്റി
ഒരു അയൺ റോഡ് ഉണ്ടാവും, അവന് സാധാരണ കോർ എന്നാ പറയുക. ഓക്കെ, സോ ദാറ്റ് കോർ ക്യാൻ ബി ഈസിലി മൂവ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി കോർ. ഈ കോറിന്റെ അകത്തോട്ടും പുറത്തോട്ടും അവന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവും. ഓക്കെ, ദെൻ ഈ കോറിന്റെ കറക്റ്റ് മിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രൈമറി വൈൻഡിങ് കൊടുത്തേക്കും. ഓക്കെ, പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും. ഈ പ്രൈമറി വൈൻഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ രണ്ട് സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഒരു പ്രൈമറി വൈൻഡും രണ്ട് സെക്കൻഡറി വൈൻഡും. ഓക്കെ, ഈ സെക്കൻഡറി വൈൻഡിങ് നമ്മൾ പ്രൈമറി വിത്ത് റെസ്പെക്ട് പ്രൈമറി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സെക്കൻഡറി സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, ഒരുപോലെ ഇതിന്റെ ടേൺസ് റേഷ്യോ തന്നെയായിരിക്കും ഇതിന്റെയും റേഷ്യോ. ഓക്കെ, രണ്ടിന്റെയും വൈൻഡിങ് സെയിം ആണ്, പക്ഷെ വൈൻഡിങ്ങിന്റെ പൊളാരിറ്റി വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇതൊരു ഒന്നുകൂടെ ഞാൻ പറയാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് അലുമിനിയം ഫോം ഉണ്ടാവും, വിച്ച് മീൻസ് എ ഹോളോ സിലിണ്ടറിക്കൽ ഫോം ഉണ്ടാവും. ഓക്കെ, അതിന്റെ അകത്തോടുകൂടി there is a high quality iron core that can easily move into and out of that cylindrical structure. ഓക്കെ, ആ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ കറക്റ്റ് മിഡിലായിട്ട് there will be a primary winding. ഈ പ്രൈമറി വൈൻഡിങ്ങിന് രണ്ട് സൈഡായിട്ട് രണ്ട് സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഈ രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടേൺസ് ഒക്കെ സെയിം ആണ്, വൈൻഡിങ് എല്ലാം സെയിം ആണ്, പക്ഷെ രണ്ടിന്റെയും വൈൻഡിങ് ഓപ്പോസിറ്റ് പോളാരിറ്റി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ നമുക്ക് ഏതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമുക്ക് ഏതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണോ മെഷർ ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഈ കോറുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കും. ഓക്കെ, സോ സപ്പോസ് ഇവിടെ ഇതൊരു വാൾവ് ആണെന്ന് കൺസിഡർ. ഈ വാൾവ് എന്തോരം മേലോട്ട് പോയി അല്ലെങ്കിൽ എന്തോരം താഴോട്ട് വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാൾവും ഈ ഹോളോ സിലിണ്ടറിക്കൽ ഫോമിന്റെ അകത്തുള്ള കോർ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കും. സോ ദാറ്റ് ഈ നമ്മുടെ വാൾവ് മേലോട്ട് പോകും തോറും ഇതിന്റെ അകത്തുള്ള അയൺ കോറും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മേലോട്ട് പോകും. ഓക്കെ, ഇതെന്താ വർക്കിംഗ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഈ പ്രൈമറിയിൽ നമ്മൾ ഒരു 5 to 12 വോൾട്ട് AC എക്സൈറ്റേഷൻ നാം സാധനം കൊടുക്കുക. ആൻഡ് ദ ഫ്രീക്വൻസി ഈസ് അബൌട്ട് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 50 to 400 ഹെർട്സ് വരെയുള്ള ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിലുള്ള ഇൻപുട്ട് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി ഇതാണ് അതിന്റെ സെക്ഷൻ. ഓക്കെ, ഇതാണ് ഒരു ഹോളോ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ. ഇതിന്റെ അകത്തോട്ട് ഒരു ഹൈ ക്വാളിറ്റി കോർ ഉണ്ടാവും. ഓക്കെ, ഈ കോറിൽ ഏതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണോ മെഷർ ചെയ്യുന്നത് അതിലോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് there is a ഷാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഷാഫ്റ്റ് വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യേണ്ട അതുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ കറക്റ്റ് മിഡിലായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഒരു പ്രൈമറി കോയിൽ ഉണ്ടാവും. ഈ പ്രൈമറി കോയിലിന്റെ രണ്ട് സൈഡിലായിട്ട് സെക്കൻഡറി കോയിൽസ് ഉണ്ടാവും. ഓക്കെ, ഈ രണ്ടിന്റെയും രണ്ട് സെക്കൻഡറി എല്ലാം സെയിം തന്നെയാണ്, ടേൺസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ രണ്ടിന്റെയും വൈൻഡിങ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ AC നമ്മൾ കൊടുക്കുക. ഹാവിംഗ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 50 to 400 kHz വരെയുള്ള ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, 5 to 12 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഈ കോറിന്റെ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് വോൾട്ടേജ് നമ്മുടെ കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് V1 minus V2 where V1 is the നമ്മുടെ അപ്പർ പ്രൈമറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് V1 എന്ന് പറയുന്നത്. V2 എന്ന് പറഞ്ഞ അപ്പർ സെക്കൻഡറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് V1, ലോവർ സെക്കൻഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് V2. ഓക്കെ, രണ്ടിന്റെയും ബൈൻഡിങ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയത് കാരണം ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിഫറൻസ് ഓഫ് V1 minus V2 ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, സോ ഇതിന്റെ വർക്കിംഗ് നമുക്ക് ആ കോറിലെ നമ്മൾ പറഞ്ഞാൽ ഒരു എസ്റ്റീംഡ് അയൺ കോർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ അയൺ കോറിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഇതിന്റെ വർക്കിംഗ് പറയുക. ഓക്കെ, അതിന് നമുക്ക് 3 കേസായിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആയോ? സോ ഹിയർ ഈസ് അവർ അയൺ കോർ. അയൺ കോർ നമ്മൾ ഷാഫ്റ്റ് ഉണ്ടാവും. ഏതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണോ മെഷർ ചെയ്യുന്നത് ആ ഷാഫ്റ്റ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. സോ ദാറ്റ് ആ ഒരു വാൾവിന്റെ കറസ്പോണ്ടിങ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോർ മൂവ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ വർക്കിംഗ് നമുക്ക് 3 കേസായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഫസ്റ്റ് കേസ് എന്ന് പറയണേ, സപ്പോസ് നമ്മുടെ ഈ കോർ കറക്റ്റ് അല്ലെങ്കിൽ മോഷൻ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കോർ കറക്റ്റ് മിഡിൽ വന്ന് നിൽക്കും. ഓക്കെ, സോ കറക്റ്റ് മിഡിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ രണ്ട് പ്രൈമറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് V1 ഉം V2 ഉം സെയിം ആയിരിക്കും. കാരണം എന്തോ ഈ കോർ കറക്റ്റ് മിഡിലായിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞാൽ V1 minus V2 equal to 0 ആയിരിക്കും. കാരണം എന്തോ V1 ഉം V2 സെയിം ആണ്. ഓക്കെ, സോ ഇപ്പോൾ കോറിന് മോഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദ കോർ വിൽ ബി അറ്റ് ദ കറക്റ്റ് മിഡിൽ പൊസിഷൻ ആൻഡ് ഹെൻസ് the voltage induced in the both secondaries are same and hence
the net output voltage is 0. Okay. In a case 2, suppose നമ്മുടെ നമ്മുടെ കോറ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ഇങ്ങനെ ഈ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ കൂടുതൽ മോഷൻ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ലെഫ്റ്റിലോട്ട് നീങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റിലോട്ട് നീങ്ങി വരികയാണെങ്കിൽ നമ്മുടെ അപ്പർ പ്രൈമറി, ഓക്കെ, അപ്പർ പ്രൈമറിയിൽ കുറച്ച് കൂടുതൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് V1 may be higher when compared to V2. Okay, so നമുക്ക് നെറ്റ് വോൾട്ടേജ് നമുക്ക് കിട്ടും. ഓക്കെ, so the net voltage, output voltage V0 can be calibrated in terms of the displacement of the core. Okay, ഈ കോറ് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി V1 ഉണ്ടാകുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും when compared to V2, and hence we get the difference in voltage V1 minus V2. That difference in voltage V0 can be calibrated in terms of the displacement of the core. നമുക്ക് അങ്ങനെ ആ വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സപ്പോസ് നമ്മുടെ കോറ് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും? V2 സെക്കൻഡറി V2 കൂടുതൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? സോ അപ്പോഴും നമുക്ക് ഡിഫറൻസ് വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കോർ ഇൻ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, കോർ ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ V1 കുറച്ച് കൂടുതൽ വോൾട്ടേജ് ഉണ്ടാകും. കോർ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ V2 കുറച്ച് വോൾട്ടേജ് നമുക്ക് കിട്ടും. Okay, so that difference in voltage can be calculated in terms of the displacement of the core. Okay, so ഇതിന്റെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വോൾട്ടേജ്, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് കോർ മൂവ് ചെയ്യുന്ന നമുക്ക് മെഷർമെന്റ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് യൂഷ്വലി ഒരു PSD, ദാറ്റ് ഈസ് എ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് പോയത്, ഏത് ഇറ്റ് ഈസ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് കൂടി നമുക്ക് മെഷർ ചെയ്യാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് PSD കൂടി നമ്മൾ LVDT ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, നമുക്കത് ഒരു 2 സെന്റിമീറ്റർ ടുവേഴ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ടുവേഴ്സ് റൈറ്റ് ഒരു ഡയറക്ഷൻ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു LVDTയുടെ ഔട്ട്പുട്ട് ക്യാര ആകുമ്പോഴത്തേക്കും എക്സ് ആക്സില് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കോർ, വൈ ആക്സിസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുക. ഇത് V ഷേപ്പിലുള്ള ക്യാരയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിടികിട്ടിയോ? അതായത് നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റ് ഡയറക്ഷനിലോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് കൂടി പോകും, റൈറ്റിലോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് കൂടി വരും. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ക്യാര ഇറ്റ് ഈസ് വെരി വെരി മസ്റ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള LVDTക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. അതിന്റെ റെസൊല്യൂഷൻ വളരെ കൂടുതലാണ്, ഹൈ ഔട്ട്പുട്ട് കിട്ടും, കൂടാതെ ഹൈ സെൻസിറ്റിവിറ്റി, മോർ വിത്ത് ഹാസ് വെരി ഗുഡ് ലീനിയാരിറ്റി, റഗഡ്നെസ് ഉണ്ട്, പിന്നെ അതിന്റെ ഫ്രിക്ഷൻ ഒന്നും വളരെ കുറവാണ്, ഹിസ്റ്ററിസിസ് കുറവാണ്. സാധാരണ ഇൻഡക്റ്റീവ് ട്രാൻസിസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ആണ്. പക്ഷെ LVDT വളരെ കുറവാണ്. കൂടാതെ ദ പവർ കൺസംപ്ഷൻ ഈസ് ആൾസോ വെരി ലോ. Then the disadvantage എന്ന് പറയുന്നത് then very high displacement is required. Okay, അതായത് നമുക്ക് മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കൂടാതെ ഷീൽഡിംഗ് ഒക്കെ നമുക്ക് വേണം, ഇല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദെൻ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യും. കൂടെ ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ LVDT ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ്. ഓക്കെ, സോ നമുക്ക് LVDT വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം LVDT എന്താണെന്ന് എഴുതുക, അതിന്റെ സ്ട്രക്ചർ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു സബ് ഹെഡിങ് സ്ട്രക്ചർ, അത് 3 പോയിന്റ്സ് പറയുക, ദെൻ വർക്കിംഗ് സബ് ഹെഡിങ് അതിന്റെ വർക്കിംഗ് എഴുതുക, ദെൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ.